കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ എന്നത് കോൺഗ്രസിന്റെ സീറ്റായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് അത് ഫോർവേഡ് ബ്ലോക്കിന് നൽകും എന്നുള്ള അനൌദ്യോഗിക പ്രഖ്യാപനം വരുന്നു. പ്രാദേശിക തലത്തിൽ കോൺഗ്രസ് നേതാക്കൾ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർത്തുന്നു. പെട്ടെന്ന് ആ സീറ്റ് കോൺഗ്രസ് തിരിച്ചു വാങ്ങി എന്നുള്ള വാർത്ത വരുന്നു. സ്ഥാനാർത്ഥിയെയും അവർ തന്നെ പ്രഖ്യാപിക്കുകയാണ്. KPCC ജനറൽ സെക്രട്ടറി സൂരജ് രവി ചാത്തന്നൂരിലെ UDF സ്ഥാനാർത്ഥിയാകുമെന്നുള്ള പ്രഖ്യാപനവും വന്നു കഴിഞ്ഞു. ഇത്തവണ കൊല്ലം നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിക്കപ്പെടുകയും സ്ഥാനാർത്ഥിത്വം ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ഇവിടെ നമ്മുടെ നേതൃത്വം ശ്രീമതി ബിന്ദു കൃഷ്ണയെ തീരുമാനിച്ചു. അപ്പം അത് സ്വാഗതം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് ചാത്തന്നൂരിൽ നിന്നും ശ്രീ G. ദേവരാജൻ്റെ സ്ഥാനാർത്ഥിത്വം അദ്ദേഹത്തിൻ്റെ കൂടി സമ്മതത്തോടു കൂടി അത് പിൻവലിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും നമ്മുടെ നേതൃത്വം ഡൽഹിയിൽ നിന്നും ബന്ധപ്പെട്ട് എന്നോട് ഈ സ്ഥാനാർത്ഥിത്വം ഏറ്റെടുക്കണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിക്കുകയും ഒരു അച്ചടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് അപ്പോൾ തന്നെ ഞാൻ ആ തീരുമാനം അംഗീകരിച്ചാണ് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമാണ്. ഒരു അപ്രതീക്ഷിതമായിട്ട് വന്ന ഒരു സ്ഥാനാർത്ഥിത്വമാണ് ഇത്. മണ്ഡലത്തിലെ UDF 3-ാം സ്ഥാനത്താണുള്ളത്. BJP ആണ് 2-ാം സ്ഥാനത്തുള്ളത്. അപ്പോൾ ഒന്നാമത് എത്തിക്കുക എന്നുള്ളത് കഠിന പ്രയത്നം വേണ്ടിവരും. 100%. അതൊരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലെയും ചിത്രം എന്ന് പറയുന്നത് ഐക്യജനാധിപത്യ മുന്നണി 3-ാം സ്ഥാനത്ത് പോയ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഉണ്ടായത്. സാങ്കേതികമായി BJP 2-ാം സ്ഥാനത്തേക്ക് വന്നെങ്കിലും ഐക്യജനാധിപത്യ മുന്നണിക്കോ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിനോ അവിടെ വലിയ കോട്ടമൊന്നും സംഭവിച്ചിട്ടില്ല. ദേവരാജൻ ഫോർവേഡ് ബ്ലോക്കിൽ നിന്ന് സ്ഥാനാർത്ഥിയാകുമെന്നാണ് കേട്ടിരുന്നത്. അദ്ദേഹം വിളിച്ചിരുന്നോ, സംസാരിച്ചത്? അല്ല, ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചു. ശ്രീ G. ദേവരാജനും വ്യക്തിപരമായി ഞാനുമായിട്ട് എൻ്റെ പിതാവുമായിട്ട് ഞങ്ങളുടെ കുടുംബവുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമാണ്. അദ്ദേഹത്തിൽ നിന്നും സീറ്റ് പിടിച്ചു വാങ്ങിച്ചതോ ഒന്നുമല്ല. അത്തരത്തിലുള്ള പ്രചരണങ്ങൾ തന്നെ തെറ്റാണ്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണ സമ്മതത്തോടു കൂടി തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ഈ സീറ്റ് വീണ്ടും കോൺഗ്രസിലേക്ക് തിരിച്ച് വരുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പിന്തുണയും അനുഗ്രഹവും എപ്പോഴും സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എനിക്കുണ്ടാകും. അദ്ദേഹത്തിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും പിന്തുണയും മുന്നണിക്കും ഉണ്ടാകും. ഔദ്യോഗികമായിട്ട് പ്രചാരണത്തിലേക്ക് കൂടി ഇറങ്ങുകയാണ് സൂരജ് രവി. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സൂര്യഗായത്രി, 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.